അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിക്കിപീഡിയയുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാംഗ്വേജ് സ്കിൽസ് ഇൻ അറബിക് എന്ന BA, BSc, BA ഉലമ തുടങ്ങിയ വിഭാഗങ്ങൾക്കുള്ള കോമൺ പേപ്പറായിട്ടുള്ള ഫസ്റ്റ് സെമ്മിൻ്റെ കോമൺ പേപ്പറായിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ 11ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ ഒരു കവിതയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വലാത്തുൻ ഇലൽ ആമിൽ ജദീദ് അഥവാ പുതുവർഷത്തിലേക്കുള്ള ഒരു സ്വലാത്ത്, നമസ്കാരം എന്നോ അഭിവാദനം എന്നോ ഒക്കെ പറയാം. ഫദ്വി തൗഖാൻ എന്ന് പറയുന്ന ഒരു കവിയത്രി, ഫലസ്തീനിൽ ജനിച്ച ഒരു കവിയത്രി രചിച്ച വളരെ വിചിത്രമായൊരു കവിതയാണിത്. സാധാരണ കവിതയുടെ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി വസനുകളൊന്നും ഇല്ലാതെ, പ്രാസമൊന്നും ഇല്ലാത്ത, അതേസമയം ഒരുപാട് തശ്ബീഹുകൾ ഉൾക്കൊള്ളുന്ന, ഭാഷാ അലങ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, ഇസ്തിആറാത്തുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണിത്. അത് സാധാരണ കവിതകളിൽ നിന്ന് കുറച്ച് ടഫാണെങ്കിലും അതിൽ പറയുന്ന ആശയങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കേതായാലും അതിൻ്റെ ഓരോ വരികളിലേക്ക് പോകാം. ഈ കവിതയിൽ സാധാരണയായി കണ്ടുവരുന്നൊരു സംഗതി, മാനവിയായ ഓരോ ആശയങ്ങളെ അതിനൊരു മാദ്ദിയായ, അഥവാ ഒരു ജീവനുള്ള തടിയുള്ള വസ്തുക്കളോട് ഉപമിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇതിൻ്റെ പല വരികളിലും ഓരോ ആശയങ്ങളെ അതിന് ജീവനുള്ളത് പോലെയൊക്കെ സങ്കല്പിച്ചിട്ട് പറയുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ അതിലോരോ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതായാലും ഇതിൻ്റെ പ്രാരംഭത്തിലേക്ക് നോക്കൂ ഇവിടെ. ഫി യദൈന ലക അശ്വാഖുൻ ജദീദത്തുൻ ഫി മആഖീന തസാബീഹുൻ അൽഹാനുൻ ഫരീദത്തുൻ سوف نزديها قرابين غناء في يديك يا مطلا أملا عذب الورود يا غنيا بالأمان والوعود ما الذي تحمله من نجلنا. ഇപ്പൊ കവി ഇവിടെ പുതുവർഷത്തോട് വരവേൽക്കുന്നതിന് വേണ്ടി തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി കവി ഇങ്ങനെ നേരിട്ട് പുതുവർഷത്തോട് അഭിസംബോധന ചെയ്യുകയാണ്. തുടക്കത്തിൽ തന്നെ അതിനു വേണ്ടി പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി കവി ഇങ്ങനെ ഒരുങ്ങി തയ്യാറാകുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ ഈ വരികളിൽ പറയുന്നത്. അതിനുവേണ്ടി അവരുടെ കുന്നുകളും പുതുവർഷത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ഒരു ആശയത്തെ ഒരു തടിയോട്, അഥവാ നമ്മൾ കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഒരു തടിയോട് ഉപമിക്കുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെയാക്കുന്ന ഈ ഒരു സ്വഭാവം ഈ കവിതയിൽ പലയിടത്തും കാണാം. ഇപ്പോൾ പുതുവർഷത്തെ എത്തിച്ചേരുന്ന ഒരു വഴിയൊക്കെ ഇങ്ങനെ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ഈ ഇപ്പൊ നിലവിലുള്ള വളരെ കാഠിന്യമേറിയ ഇരുൾ മൂടിയ ലോകത്തെ അത് മറ്റൊരു ലോകത്തേക്ക്, നല്ല വിജയവും സന്തോഷമൊക്കെ ഉള്ള മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പുതുവർഷ പുലരി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കവിയത്രിയാണ് ആദ്യത്തെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. നോക്കാം. ഫിയദൈനാലക അശ്വാഖുൻ ജദീദ. അപ്പൊ കവിയത്രി പറയുന്നു, ഞങ്ങളുടെ കൈകളിൽ ഓ പുതുവർഷമേ നിനക്കുണ്ട് അശ്വാഖുൻ ജദീദ, ഒരുപാട് പുതിയ ആഗ്രഹങ്ങൾ. ഷൗക്ക് എന്ന് പറഞ്ഞാൽ ലോങ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആഗ്രഹങ്ങളാണ്. നമ്മൾ ഒരുപാട് കാലത്തെ ചിരകാല സ്വപ്നങ്ങൾക്കാണ് എന്താ പറയാ, ലോങ്ങിങ്സ് എന്ന് പറയുന്ന അശ്വാഖ് എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഫി മആഖീന തസാബിഹുൻ. പിന്നെ അടുത്ത വരിയിൽ പറയുന്നത് ഫി മആഖീന, ഞങ്ങളുടെ കൺകോണുകളിൽ. മആഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പീളൊക്കെ ഉണ്ടാവുന്ന കോണുകൾക്കാണ് മആഖ് എന്ന് പറയാം. ഫി മആഖീന തസാബിഹുൻ, ഞങ്ങളുടെ കൺകോണുകളിൽ തസ്ബീഹുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരു തസ്ബീഹ് ഉണ്ട് എന്നാണ് ഈ കവിയെ പറ്റി വിശദീകരിക്കുന്ന സാഹിത്യകാരന്മാർ പറയുന്നത്. അഥവാ
ഈ തസ്ബീഹുകളെ ഇവിടെ കണ്ണുനീരിനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണിന്റെ കോണുകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കണ്ണുനീരിനോട് ആണ് ഈ തസ്ബീഹുകളെ എന്താക്കിയിട്ടുള്ളത്, തസ്ബീഹാക്കിയിട്ടുള്ളത്, തുലനപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഫീമ ആഖീന തസാബീഹുൻ. അതുപോലെ അൽഹാനുൻ ഫരീദത്തുൻ. അൽ ലഹ്ൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മ്യൂസിക്കൽ, നമ്മളെ മെലഡി എന്ന് പറയുന്ന ഈ മധുരമുള്ള സംഗീതത്തെയാണ് ലഹ്ൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൽഹാനുൻ ഫരീദ, വളരെ യുണീക്ക് ആയിട്ടുള്ള മെലഡിയും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സുന്ദരമായ മ്യൂസിക്കൽ സംഗീതങ്ങളും ഞങ്ങൾ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് സൗഫ നുസ്ജിഹ ഖറാബീന ഗിനാഇൻ ഫീ യദൈക. ഞങ്ങളിതാ നിനക്ക് വേണ്ടി നമ്മൾ ഡെലിവർ ചെയ്യും, ഞങ്ങൾ നൽകും. നുസ്ജിഹ ഖറാബീന. ഖറാബീന എന്ന് പറഞ്ഞാൽ ഖുർബാനയുടെ ജമാണ്. ഖുർബാന എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിസ്ത്യാനികളും മറ്റൊക്കെ കുർബാന സമർപ്പിക്കാറുണ്ട്. അതുപോലെ ഇസ്ലാമിക മതത്തിലും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അള്ളാഹുവിന് കുർബാന അർപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കുർബാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഭക്ഷണങ്ങളോ ജീവികളെയോ ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുന്നതിനാണ് കുർബാന എന്ന് പറയുന്നത്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫറിങ്സ് നമുക്ക് തൽക്കാലം ഷോർട്ടാക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിനക്ക് നല്ല കുർബാനകൾ അർപ്പിക്കാം. അപ്പൊ ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കവിയുടെ ഈ പുതിയ കാലത്തെ, ഈ പുതിയ ലോകത്തെ ഒരു ഇലാഹിനോട് തസ്ബീഹാക്കുകയാണ്, അതോ ഒരു ദൈവത്തോട്. എന്നിട്ട് ആ ദൈവത്തിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, കുർബാനകൾ അർപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ ആണ് ഇവിടെ സാഹിത്യത്തിലൂടെ പറയുന്നത്. ഖറാബീന ഗിനാഇൻ ഫീ യദൈക, നിന്റെ കരങ്ങളിലുള്ള പാട്ടിന്റെ, സംഗീതത്തിന്റെ കുർബാനകൾ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങളിലേക്ക് നമ്മൾ നൽകാം എന്ന്. പിന്നെ യാ മുത്തില്ലൻ അമലൻ അദ്ബൽ വുറൂദി. മുത്തില് എന്നൊക്കെ പറഞ്ഞാൽ മുഷ്രിഫ്, ഒരു സ്ഥലത്തിലൂടെ അങ്ങനെ നോക്കുന്നതിനാണ്, ഉയരമുള്ള പ്രദേശത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്നതിന് ആണ് മുഷ്രിഫ്, മുത്തില് എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ അമലൻ അദ്ബൽ വുറൂദി, ആഗ്രഹത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ വരവേൽക്കാൻ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അദ്ബൽ വുറൂദി, നല്ല വുറൂദുകൾ, വർദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. റോസാ പുഷ്പങ്ങൾ ഒക്കെ വിരിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കവയത്രി പുതുവർഷത്തിലേക്ക് എത്തിച്ചേരുന്ന വഴികളെ ഈ റോസാ പൂവുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഈ കവിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ചില സാഹിത്യകാരന്മാർ പറയുന്നുണ്ട്. ഏതായാലും ഇതൊന്നും വ്യക്തമായി ഈ പറയുന്ന വരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. വളരെ നിഗൂഢമായ കവിതയുടെ വരികളാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോ കവി വീണ്ടും ചോദിക്കുന്നത്, യാ ഗനിയ്യം ബിൽ അമാനി വൽ വുഊദ്, ധാരാളം ആഗ്രഹങ്ങൾ കൊണ്ടും അതുപോലെ പ്രോമിസുകൾ കൊണ്ടും. വുഊദ് എന്ന് പറഞ്ഞാൽ വായതിന്റെ ജമാണ്, പ്രോമിസ്. അപ്പോൾ പ്രോമിസുകൾ കൊണ്ടും ധാരാളം ആഗ്രഹങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഓ പുതുവർഷമേ, മല്ലദി തഹ്മിലുഹു മിൻ അജ്ലിന, എന്താണ് നീ ചുമന്ന് കൊണ്ടുവരുന്നത്, മിൻ അജ്ലിന, ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിന്റെ സമ്മാനമായി ഞങ്ങൾക്ക് നിനക്ക് എന്താണ് നൽകാനാവുക എന്നാണ് കവിയത്രി ചോദിക്കുന്നത്. മാതാ ലദൈക, എന്താണ് നിന്റെ കൈകളിലുള്ളത് ഞങ്ങൾക്ക് തരാനായി. അപ്പോ നോക്കൂ, ഇതില് അടുത്ത വരിയില് ഇതിൽ കവി പുതുവർഷത്തോട് ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മൂന്നോളം കാര്യങ്ങൾ കവി ഈ കവിതയിലൂടെ പുതുവർഷത്തിനോട് അപേക്ഷിക്കുന്നതായി കാണാൻ പറ്റും. അതിലെ ആദ്യത്തെ ഒരു സംഗതിയാണ് സ്നേഹം. ഈ വരിയിൽ കവി പറയുന്നു, അഅ്തിനാ ഹുബ്ബൻ ഫബിൽ ഹുബ്ബി കുനൂസുൽ ഖൈരി ഫീന തതഫജ്ജറു. അഅ്തിനാ ഹുബ്ബൻ, ഓ പുതുവർഷമേ ഞങ്ങൾക്കു നീ സ്നേഹത്തെ തന്നാലും. ഫബിൽ ഹുബ്ബി, സ്നേഹം കൊണ്ട്, കുനൂസുൽ ഖൈരി, ഒരുപാട് നന്മയുടെ കുനൂസുകൾ. കുനൂസ് എന്ന കെൻസന നിധി എന്നർത്ഥം, ഒരു ജമ്മാണ് കുനൂസ്. അപ്പോൾ ഒരുപാട് നന്മയുടെ നിധികൾ
ഫീന ഞങ്ങളിൽ തതഫജ്ജറു ഉറവ പൊട്ടും എന്നർത്ഥം. അപ്പോ അറബി സാഹിത്യകാരന്മാർ പറയുന്നുണ്ട്, ഈ കവയത്രി ഫദ്വി തൗഖാൻ ഇവിടെ ഈ ഒരു വരിയിൽ ഒരു തഷ്ബീഹ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ധാരാളം ഖൈറ് എന്നുള്ളതിന് അവരതിൻ്റെ ഒരു തള്ളിച്ചയും അതിനെ ഒരു വെള്ളത്തിൻ്റെ പൊട്ടി ഒലിക്കുന്ന ഒരു ഉറവയോടാണ് ഇതിനെ തഷ്ബീഹാക്കിയിട്ടുള്ളത് ഈ വരിയിൽ എന്നാണ് സാഹിത്യകാരന്മാർ പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? വഅഗാനീന സതഖ്ളറു അലൽ ഹുബ്ബി വതുസ്ഹിറു വസതൻഹല്ലു അതാഅൻ വസറാഅൻ വഖുസൂബതൻ. അതേ പ്രകാരം കവി പറയുന്നു, ഞങ്ങളുടെ പാട്ടുകൾ അഗാനീന സതഖ്ളറു അത് പച്ച പിടിക്കും, അലൽ ഹുബ്ബി സ്നേഹത്തിന്റെ പേരിൽ, വതുസ്ഹിറു അത് പുഷ്പിക്കുകയും ചെയ്യും. ഈ വരിയിലും കവി മറ്റൊരു കാര്യത്തെ തഷ്ബീഹാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശുബ്ബിഹത്തിൽ അഗാനി ബിസ്സർഇല്ലദി യഖ്ളറു വയസ്ഹറു, അഥവാ ഈ വരിയിൽ പാട്ടുകളെ ഗാനത്തിനെയൊക്കെ ഒരു കൃഷിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ആ കൃഷികൾ പച്ച പിടിക്കുകയും അത് പൂവിടുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ദലാലത്തൻ അല തജദ്ദുദിഹി വനമുവിഹി, അത് അറിയിക്കുന്നത് കൃഷികൾ അതിന് പുതിയ നാമ്പുകൾ ഉണ്ടാവുകയും അത് ചെടികളൊക്കെ വളരുകയും അതേ തുടർന്ന് കായ്ക്കനികൾ നൽകുകയും ഒക്കെ ചെയ്യുമല്ലോ, അതിലേക്കാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വസതൻഹല്ലു അതാഅൻ, അതൊരുപാട് വിളവുകൾ നൽകുമല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നെ വസതൻഹല്ലു അതാഅൻ വസറാഅൻ വഖുസൂബതൻ വനുഈദു, പിന്നെ അടുത്ത വരിയിൽ പറയുന്നത് അത് നൽകും, അതാഅൻ ധാരാളം ഓഫറുകൾ. അതാ എന്ന് പറഞ്ഞാൽ ദാനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തൻഹല്ലു അതാ എന്ന് പറയുന്നതിൽ മറ്റൊരു തശ്ബീഹ് ഉണ്ട് എന്ന് അവർ പറയുന്നു. അഥവാ ശുബ്ബിഹത്തിൽ അതാഉ വസ്സറാഉ ബിൽ മത്തറില്ലദി യൻസബ്ബു ബിശിദ്ദത്തിൻ, എന്ന് വെച്ചാൽ വളരെ ശക്തമായി കോരിച്ചൊരിയുന്ന മഴയോടാണ് ഇവിടെ ഉദാരതയെ അല്ലെങ്കിൽ ദാനത്തെ, അതുപോലെ സമൃദ്ധിയെ, സമ്പത്തിനെ, അതുപോലെ സമൃദ്ധിയെ ഒക്കെ തശ്ബീഹാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നല്ല കോരിച്ചൊരിയുന്ന ശക്തമായ മഴ പോലെയാണ് ഇത്, നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ഉദാരതയെയും പിന്നെ സമ്പത്തിനെയും സമൃദ്ധിയെയും ഒക്കെ ദാനത്തെയും ഒക്കെ നീ നൽകും എന്നാണ്. വനുഈദു, പിന്നീട് നമ്മളത് ആവർത്തിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇത് അയാളുടെ ഒരു ആഗ്രഹമാണ്, എന്ത്, ഇതേപോലെയുള്ള സമൃദ്ധി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും എന്നതിനെ കുറിച്ച്. പിന്നെ പറയുന്നു അഅ്തിന അജ്നിഹത്തൻ നഫ്തഹ് ബിഹാ ഉഫൂഖസ് സുഊദി. മറ്റൊരു കാര്യം കവയത്രി പുതുവർഷത്തോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ ആണ് കവയത്രി കവിതയിൽ പുതുവർഷത്തിനോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം ഈ പറയുന്നതാണ്, അഅ്തിന അജ്നിഹത്തൻ, ഞങ്ങൾക്ക് നീ ചിറകുകൾ നൽകിയാലും. അഅ്തിന അജ്നിഹത്തൻ നഫ്തഹ് ബിഹാ ഉഫുഖസ് സുഊദി നൻതലിഖ് മിൻ കഹ്ഫിനാ മിൻ ഉസ്ലത്തിൻ. അഅ്തിന, ഞങ്ങൾക്ക് നൽകൂ, അജ്നിഹത്തൻ ചിറകുകളെ നൽകൂ, ജുനാഹിന്റെ ജമാണ് അജ്നിഹത്ത്. നഫ്തഹ് ബിഹാ, ആ ചിറകുകൾ കൊണ്ട് നമ്മൾ തുറക്കും, ഉഫുഖസ് സുഊദി, ധാരാളം ഉയർച്ചയുടെ ചക്രവാളങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, തുറക്കും. നൻതലിഖ് മിൻ കഹ്ഫിന മിൻ ഉസ്ലത്തിൻ, ഞങ്ങളുടെ ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾ പോകും, മിൻ ഉസ്ലത്തിൻ, ഈ ഏകാന്തതയിൽ നിന്ന് ഞങ്ങൾ പോകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ചിറകുകൾ നൽകൂ, ആ ചിറകുകൾ മുഖേന ഞങ്ങൾ ഈ വല്ലാത്ത വളരെ ബോറടിക്കുന്ന ഈ ഏകാന്തതയിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, വിഹായസിലേക്ക്, ആകാശത്തിലേക്ക് ഞങ്ങൾ പറന്നടിച്ചുയരും എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി കവി പുതുവർഷത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് അഅ്തിന നൂറൻ യശുഖു الظുലുമാത്തിൽ മുദ്ലഹിമ്മ വഅലാ ദഫ്ഖിൻ സനാഹ്.
അഅ്തിന, ഓ പുതുവർഷമേ, ഞങ്ങൾക്ക് നീ നൽകിയാലും നൂറൻ പ്രകാശത്തെ, യശുക്കുദ്ദുലുമാത്തി അതിൽ മുദ്ലഹിമ്മ, വളരെ ശക്തമായ ഇരുളുകളെ അതെന്തെയും പിളർത്തിക്കളയും എന്ന്. അപ്പോ ഇവിടെയും കവി പുതുവർഷത്തോട് ആവശ്യപ്പെടുകയാണ്, സൂര്യനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മനുഷ്യരുടെ മുഖങ്ങൾ കഴുകുന്നതാക്കണമെന്ന്. ഈ മനുഷ്യരുടെ ഇരുണ്ട ആ, സ്വഭാവങ്ങളെയും അവരുടെ ഇച്ഛകളെയും ഒക്കെ കഴുകിക്കളഞ്ഞ് അവരെ സത്യസന്ധതയിലേക്കും സന്തോഷത്തിലേക്ക് കഴുകിയെടുക്കാൻ സൂര്യനെ നീ ആക്കി തീർക്കണേ എന്ന് ആണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് സാഹിത്യകാരന്മാർ പറയുന്നു. ഏതായാലും ഈ നൂറ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സൂര്യനിലേക്കുള്ള സൂചനയാണ് എന്നൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ ഈ പ്രകാശം ഞങ്ങൾക്ക് തന്നിട്ട് അത് മുഖേന ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഇരുളിന്റെ, അറിവില്ലായ്മയുടെ ഇരുളിന്റെ നിന്നൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, രക്ഷപ്പെടുകയും അങ്ങനെ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് വഅലാ ദഫ്ഖിൻ സനാഹു എന്ന് പറയുന്ന വരിയിൽ പറയുന്നത്. ദഫ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, എന്തെങ്കിലും ഒരു പിന്നെ വെള്ളമോ ദ്രാവകമോ ഒക്കെ വളരെ ശക്തമായി മുകളിൽ നിന്ന് ഒഴിക്കുന്നതിനാണ് വഅലാ ദഫ്ഖിൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. തദഫുഖ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു സാധനം കുത്തിയൊലിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ. സനാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സംഗതിയുടെ ഉയരമുള്ള ഭാഗം, ദിർവത്ത്, ഉച്ചി എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലഭിക്കുന്ന പ്രകാശം കൊണ്ട് ഇരുളിന്റെയും അറിവില്ലായ്മയിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുകയും അങ്ങനെ ഞങ്ങൾ ഉന്നതികളിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും, പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വരിയിൽ പറയുന്നത്, നദ്ഫഉൽ ഖത്വ ഇലാ ദിർവത്തി ഖിമ്മത്തിൻ, നല്ല ഉയരമുള്ള ഉച്ചികളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ചുവട് വെച്ച് ഞങ്ങളെ തള്ളിക്കളയും ആ പ്രകാശം. അപ്പോ അതിലൂടെ നജ്തനി മിൻഹ ഇന്തിസാറാത്തിൽ ഹയാത്തി, ജീവിതത്തിന്റെ വിജയങ്ങളെ ഞങ്ങൾ അതിലൂടെ വിളവെടുക്കുക എന്ന് പറയാറുണ്ട്. അഥവാ ഈ വഅലാ ദഫ്ഖിൻ സനാഹു എന്ന് പറയുന്നിടത്ത് അതിന്റെ തൊട്ട് മുമ്പുള്ള നൂറ് എന്ന് പറയുന്നിടത്തൊക്കെ ഈ നൂറിനെ ഒരു നദിയോട് തസ്ബീഹാക്കിയതാണ് എന്ന് അവർ പറയുന്നുണ്ട്. ആ നദി അതിന്റെ വെള്ളത്താൽ എങ്ങനെ തള്ളിത്തെറിക്കുന്നത് പോലെ ഈ പ്രകാശം അതിനെ ഒരു നദിയോട് തസ്ബീഹാക്കിയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ നജ്തനി മിൻഹ ഇന്തിസാറാത്തിൽ ഹയാത്തി, ജീവിത വിജയങ്ങളെ ഞങ്ങൾ ഈ പ്രകാശം കൊണ്ട് ഞങ്ങൾ കൊയ്തെടുക്കും എന്ന് പറയുന്നുണ്ടല്ലോ. നജ്തനി എന്ന് പറഞ്ഞാൽ ഇജ്തന എന്ന് പറഞ്ഞാൽ കൊയ്തെടുക്കുക, വിളവെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ വേറൊരു തസ്ബീഹ് ഉണ്ട്. അതെന്താണ്? വിജയത്തിനെ തസ്ബീഹാക്കിയിട്ടുണ്ട്. ഏതിനോട്? ഫലങ്ങളോട്. അഥവാ ആ ഫലങ്ങൾ നമ്മൾ കൊയ്തെടുക്കുന്നു, നമ്മൾ അതിന്റെ വിളവെടുക്കുന്നു. അങ്ങനെയുള്ളൊരു വിളവെടുക്കുന്ന ഫലങ്ങളോടാണ് ഈ പറയുന്ന പിന്നെ ഇന്തിസാറാത്ത്, വിജയങ്ങൾ എന്താക്കിയിട്ടുള്ളത്, തസ്ബീഹാക്കിയിട്ടുള്ളത്. നമ്മുടെ ഇന്തിസാറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫലങ്ങളെ പോലെയാണ്. ഒരുപാട് വിജയത്തിന്റെ ഫലങ്ങളെ ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പ്രകാശം കൊണ്ട് ഞങ്ങൾ വിളവെടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പൊ ഈ വരിയിൽ പറയുന്നത്. അപ്പൊ ഏതായാലും അതിന്റെ താരിഖു ബി ഷായിറ കൂടി നമുക്ക് വായിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള തെമ്പിനാത്തുകളിലേക്ക് പോവാം. നമുക്ക് ഇവിടെ പറയുന്നുണ്ട് താരിഖു ബി ഷായിറ, ഷായറത്തിനെ കുറിച്ചൊരു പരിചയപ്പെടലാണ്. ഒരു ക്വസ്റ്റ്യൻ ഷായറത്തിനെ കുറിച്ച് നമ്മുടെ ഈ പിന്നെ നഷാത്താത്തിൽ വരുന്നത്. ഉക്തുബ് ഫിഖറത്തൻ അൻ ഷായറത്തി ഫദവി തൗഖാൻ, ഫദവി തൗഖാനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറയുന്നുണ്ട്. നമുക്കത് ഈ പാരഗ്രാഫ് തന്നെ കൊടുത്താൽ മതി. അപ്പൊ അതിന് നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഫദവി തൗഖാൻ എന്ന് പറയുന്നത് എന്ന കവി 1917 ജനിച്ച് 2003 മരിച്ചുപോയത്. അഹമ്മു അഖ്ദറു ഷായറാത്തി ഫലസ്തീൻ, ഫലസ്തീനിലെ വളരെ പ്രമുഖയായ, വളരെ ശേഷിയുള്ള 20-ാം നൂറ്റാണ്ടിലെ ഒരു കവിയത്രിയായിരുന്നു ഫദവി തൗഖാൻ. ലുഖിബത്ത് ബി ഷായറത്തി ഫലസ്തീൻ, ഫലസ്തീനിന്റെ കവിയത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരും അവൾക്കുണ്ടായിരുന്നു. ഹൈസു മസ്സല ശിഅറഹ അസാസൻ ഖവിയ്യൻ ലിതജാറുബിൽ ഉനൂസിയ്യത്തി ഫിൽ ഹുബ്ബി വസ്സൗറത്തി വത്തിജാജിൽ മർഅത്തി അലൽ മുജ്തമഇ.
അവരുടെ കവികൾ അത് ഗണിക്കപ്പെടുന്നത് അസാസൻ കവിയൻ വളരെ ശക്തമായൊരു അടിത്തറയായിട്ടാണ് തജാറുബിൽ ഉനൂസിയത്തി സ്ത്രീകളുടെ വിവിധ അനുഭവങ്ങളുടെ ഫിൽ ഹുബി സ്നേഹത്തിലും സൗറത്തി വിപ്ലവത്തിലും വഹ്തിജാജിൽ മർഅത്തി അലൽ മുജ്തമഈ സമൂഹത്തോടുള്ള സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള അനുഭവങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ ഒരു ശക്തമായ ഒരു അടിസ്ഥാനം ആയിട്ട് കൂടിയാണ് അവരുടെ കവിതകളെ ഗണിക്കപ്പെടാറുള്ളത്. സുദ്ദറത്തിൽ ഷായറത്ത് ഇദ്ദത്തു മജ്മുഅത്തിൻ ശരിയ, നമ്മുടെ കവിയത്രിക്ക് ധാരാളം കവിതാ സമാഹാരങ്ങളുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് വഹ്ദി മഅൽ അയ്യാം എന്ന് പറയുന്ന ഒരു കവിത, വജത്തുഹ അത് മറ്റൊരു കവിത, അഅ്തിനി അത് മറ്റൊരു കവിത, അമാമൽ ബാബിൽ മുഗ്ലഖ് അല്ല ക്ലോസ്ഡ് ഡോറിന്റെ മുമ്പ് എന്നാണ് അർത്ഥം, അത് മറ്റൊരു കവിത, അല്ലൈലു വൽ ഫർസാൻ രാത്രിയും നൈറ്റേഴ്സ് കുതിരപ്പടയാളികളും അത് വേറൊരു കവിത, മിൻ ആസാരിഹൻ നസ്രിയത്തി അതുപോലെ അവരുടെ ഗദ്യപരമായിട്ടുള്ള ശേഷിപ്പുകളിൽപ്പെട്ടതാണ് അഖി ഇബ്രാഹിം എന്ന് പറയുന്ന, അതുപോലെ റിഹിലത്തുൻ ജബലിയത്ത് എന്ന മറ്റൊന്ന്, രിഹ്ലത്തുൻ സ്വഅബത്തുൻ എന്ന് പറയുന്ന മറ്റൊന്ന്. ഇതെല്ലാം അവരുടെ വിവിധ ഗ്രന്ഥങ്ങളും കവിതകളും ഒക്കെയാണ് എന്നർത്ഥം. ഇനി നമ്മൾ ഇതിന്റെ വർക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഷായറത്തി ഖാൻ എന്ന് പറയുന്ന ആ ഭാഗം. ഇനി മറ്റൊരു ഭാഗം ചർച്ച ചെയ്യാനുള്ളത് ഈ കവിതയെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കവിതയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യാം, ഇതിന്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ ഡോക്യുമെന്റോ അല്ലെങ്കിൽ നമ്മുടെ PDF അല്ലെങ്കിൽ അതിന്റെ നോട്ടുകളോ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകൾ ഷായറത്തു അമുൽ ജദീദ ഇലാഹൻ ഫനറാഫി ഹാദൽ ബൈത്തി. അപ്പൊ നമുക്ക് ഈ ബൈത്തിൽ കാണാം ഫനറാഹ ഈ കവിയത്രിയെ കാണാം ഫി ഹാദൽ ബൈത്തി ഈ ഒരു ബൈത്തിൽ തുഖദ്ദിമുൽ ഖറാബീന അവരെന്ത് ചെയ്യുന്നു, കുർബാനകൾ സമർപ്പിക്കുന്നു. ദൈവങ്ങളോടാണല്ലോ അല്ലെങ്കിൽ ദൈവത്തോടാണല്ലോ എന്ത് കുർബാനകൾ സമർപ്പിക്കാറുള്ളത്. അതേപോലെ ഇവിടെ കവിയത്രി എന്ത് ചെയ്യുന്നുണ്ട്, പുതുവർഷത്തെ ഒരു ദൈവത്തെ പോലെ കണ്ടിട്ട് അതിന് കുർബാനകൾ അർപ്പിക്കുന്നുണ്ട്. അതുപോലെ വഹിയ തത്ലുബു മിനൽ ആമിൽ ജദീദി ഈ പുതുവർഷത്തിൽ നിന്ന് കവിയത്രി തേടുന്നു അൽ ഹുബ്ബ സ്നേഹത്തെ തേടുന്നു. ഫമിൻ ഖിലാലിഹി ആ സ്നേഹത്തിലൂടെയാണ് യതഫജ്ജറുൽ ഖൈറാത്ത് ഒരുപാട് നന്മകൾ എന്ത് ചെയ്യുക ഉറവപ്പെട്ടുക. അതുപോലെ മറ്റൊരു കാര്യമാണ് എന്ത് വകദാലിക തത്ലുബു ഷായിറത്തു മിനൽ ആമിൽ ജദീദ് പുതുവർഷത്തിൽ നിന്ന് അപ്രകാരം തന്നെ കവിയത്രി തേടുന്നു അൽ അജ്നിഹത്ത ചിറകുകളെ, അഭിവാസിത്വ ആ ചിറകുകൾ മുഖേന തൻതലുഖു മിനൽ അസ്ലത്തിൽ ഖാതില വളരെ പിന്നെ കൊല്ലുന്ന രൂപത്തിലുള്ള ഈ ഏകാന്തതയിൽ നിന്ന് അവരെ പുറത്തു കടക്കാൻ ഈ ചിറകുകളാണ് അവരെ സഹായിക്കുക എന്നും കവിയത്രി പറയുന്നു. വത്തത്തുലുബു മിനൽ ആമിൽ ജദീദ് ഇലൻ വീണ്ടും പുതുവർഷത്തിൽ നിന്ന് കവിയത്രി തേടുന്നു അന്നൂറ പ്രകാശത്തെ, അഭിവാസിത്വഹി അതിന്റെ പ്രകാശം മുഖേന യഖ്തഫിയ ലുലാമു വൽ ജഹ്റു എന്ത് ചെയ്യും, ഇരുളുകളും അറിവില്ലായ്മയും അത് മറഞ്ഞു പോകും. ബഅദഹ എന്നിട്ട് അതിന്റെ ശേഷം നസ്ലു ഇലൽ ഖിമ്മത്തി വൽ മജ്ദി പ്രശസ്തിയുടെയും ഉയർച്ചയുടെയൊക്കെ മേഖലകളിലേക്ക് വിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതാ വഹുവ മാ അബ്ബറത് അൻഹു ഷായിറത്തു ബി ഇന്തിസ്വാറാത്തിൽ ഹയാത്തി അവസാന ഭാഗത്ത് പറയുന്ന ഇന്തിസ്വാറാത്തുൽ ഹയാത്ത് എന്നതുകൊണ്ട് കവിയത്രി ഉദ്ദേശിക്കുന്നത് പ്രശസ്തിയുടെയും ഉയർച്ചയുടെയും ഒക്കെ വിധാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നതിനെ കുറിച്ച് ഈ ഒരു ചെറിയ പാരഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ ഈ കവിതയെ കുറിച്ച് പറയാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കവിതയുടെ പ്രധാന പ്രമേയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ്. അപ്പൊ അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതായാലും ഈ കവിയത്രിയെ കുറിച്ചും
കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് എന്നുള്ളതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതോടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റു വീഡിയോകളിൽ സംസാരിക്കാം.